നമസ്കാരം. മഞ്ജു പിള്ളയുടെ മകൾ ദയ സുജിത്തിനെ വിമർശിച്ച് വ്ളോഗർ ഷെഫീന ബീവിക്കെതിരെ അവതാരിക രഞ്ജിനി ഹരിദാസ്. കൊലപാതകം നിയമപരമായിരുന്നുവെങ്കിൽ അവർ തൻ്റെ ലിസ്റ്റിലുണ്ടായേനെ എന്ന് രഞ്ജിനി പറയുന്നു. 2026-ൽ എത്തി നിൽക്കുമ്പോഴും 20-30 വർഷം മുൻപ് താൻ നേരിട്ട അതേ പ്രശ്നങ്ങൾ ഇന്നുമുണ്ടെന്നും അങ്ങനത്തെ ആൾക്കാർ ഇന്നുമുണ്ടെന്നും രഞ്ജിനി പറയുന്നു. ജാൻമണിക്കൊപ്പം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു രഞ്ജിനിയുടെ പ്രതികരണം. എന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അബ്യൂസ് ചെയ്തത് ഞാനിട്ട വസ്ത്രങ്ങൾ കാരണമാണ്. അതിൻ്റെ പേരിൽ ഞാൻ കേട്ട അത്രയും തെറി ആ സമയത്ത് മറ്റാരും കേട്ടിരുന്നില്ല. ഒരു സമൂഹത്തിലെ കുറേ ആൾക്കാർ വന്നിട്ട് സെക്ഷുവലി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ബ്രേക്ക് ഡൗൺ ആക്കും. താൻ കേൾക്കാത്ത തെറികളില്ല, പച്ചത്തെറികളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് കേരളത്തിനോട് എനിക്ക് വെറുപ്പായിരുന്നു. ഞാനായി നിൽക്കുന്നത് എല്ലാവർക്കും ഒരു പ്രശ്നമായിരുന്നു. ഞാൻ സംസാരിക്കുന്നതും ചിരിക്കുന്നതും ആൾക്കാരോട് പെരുമാറുന്ന രീതി, വസ്ത്രം എല്ലാവർക്കും ഒരു പ്രശ്നമായിരുന്നു. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നുമില്ല. 2026-ൽ എത്തി നിൽക്കുമ്പോഴും 20-30 വർഷം മുമ്പ് ഞാൻ നേരിട്ട അതേ പ്രശ്നങ്ങൾ ഇന്നുമുണ്ട്. അങ്ങനത്തെ ആൾക്കാർ ഇന്നുമുണ്ട്. അത് ഒരു സ്ത്രീ. കൊലപാതകം ലീഗലായിരുന്നുവെങ്കിൽ എൻ്റെ ലിസ്റ്റിൽ ഷെഫീന ബീവിയുടെ പേരുണ്ടാകുമായിരുന്നു. അവർക്കെതിരെ കുറേ പേർ സംസാരിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. സമൂഹം കുറേ മാറിയിട്ടുണ്ട്. പണ്ട് പ്രതികരിക്കാത്തവർക്ക് ഇന്നൊരു മീഡിയയുമുണ്ട്. എത്ര പേരാണ് ദയയ്ക്ക് ഒപ്പമുള്ളത്, ഒപ്പം ഷെഫീന ബീവിക്ക് എതിരെയും. ഇത് ഷെഫീന കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ശ്രദ്ധ നേടലാണോ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾക്ക് എൻ്റെ പ്രായമാണോയെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളുടെ കുടുംബ പാരമ്പര്യവും കുട്ടികളും ഒന്നും അറിയില്ല. നിങ്ങളുടെ ചെറുപ്പം വളരെ മോശമായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ജീവിതത്തിൽ കുറേ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. നിങ്ങളെ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. സമൂഹത്തിൽ ഇങ്ങനെയുള്ള വിഷം തുപ്പുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വലിയ എന്തോ ഒരു മാനസിക രോഗമുണ്ട്. നിങ്ങൾക്ക് സഹായം ആവശ്യമാണ്. ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ, സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ദയയ്ക്ക് ഇതൊന്നും ബാധകമേയല്ല. നിങ്ങൾ ആരാണെന്നും മഞ്ജു ചേച്ചിക്കും അത് അറിയേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ ഷെഫീനെക്കുറിച്ച് കേരളം മൊത്തം സംസാരിക്കുന്നുണ്ടല്ലോ. അതല്ലേ അവർക്ക് വേണ്ടിയിരുന്നതും. പ്രശസ്തി എങ്ങനെ വേണമെങ്കിലും കിട്ടും. പക്ഷേ ഒരു ചോയ്സ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരെ പൂട്ടാൻ തീർച്ചയായും നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്. നിയമപരമായി പോവുകയാണെങ്കിൽ ഈ കൊച്ചിൻ്റെ ചാനൽ പൂട്ടിക്കാം. നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ, പക്ഷേ മര്യാദയോടെ സംസാരിക്കൂ. രേണുസുധിയെ ഇവർ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്. രേണുവിനെ കുറേ പറഞ്ഞു. വളരെ മോശമായാണ് അവർ സംസാരിക്കുന്നത്. 62 പരാതികളാണ് അവർക്കെതിരെ ഉള്ളത്. പക്ഷേ അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലെന്ന് എനിക്കറിയില്ല. ഷെഫീന ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു സ്ത്രീയായ നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീയെ എങ്ങനെ ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നത് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ മക്കളുടെ പ്രായമല്ലേ അവർക്കുള്ളത്? ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര വിദ്യാഭ്യാസമുള്ളവരാണ്, ബുദ്ധിയുള്ള പിള്ളേരാണ്. അവർ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളവരുടെ അമ്മയല്ല എന്ന് രഞ്ജിനി ഹരിദാസ് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.